ഷാജി പാപ്പന്റെ കാളിയ മർദ്ദനമാണ് നമ്മൾ ആട് 3 കാണുന്നത്. ഈ ആട് 3 ഗെയിം ഓഫ് ത്രോൺസിൽ ചെന്ന് ഇറങ്ങി അവിടുത്തെ യൂണിവേഴ്സിൽ പറഞ്ഞ പോലെയൊക്കെയാണ്. ഒരു 3 ടൈമിൽ തന്നെ കാണിക്കും. ഇത് ആരിരുന്ന് കഥ എഴുതിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ ഈ സിനിമയിൽ ഇപ്പോഴത്തെ കുറെ പുതിയ ബീജം ഉണ്ട്. അതിനേക്കാളും നമ്മളെ പഴയ വര പാപ്പൻ അത് പറഞ്ഞപ്പോഴേ എണീറ്റിരിക്കുന്നത് കാണാൻ പറ്റൂല, ചെറുതായിട്ട് എണീറ്റ് കാണാൻ പറ്റും. പക്ഷെ തിയേറ്ററിൽ ശരിക്കും എണീറ്റിരുന്നറാ ആ പഴയ ബീജിയം. നമ്മളെ ഷമീറിൻ്റെത്, ഈ ഷാജി പാപ്പൻ്റെത്, പിന്നെ ഡൂഡിൻ്റെ ഡൂഡിൻ്റെ ഒരു സീനുണ്ട്. ആ സീന് തിയേറ്റർ കത്തിക്കണ ഒരു സീനുണ്ട്. ഒരു ഹെലികോപ്റ്ററിൽ തൂങ്ങിയിരിക്കണ ഒരു സീന്. എൻ്റെ അമ്മോ ഇടിപെട്ട സീനെന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ സീനിന് ഫുൾ സിനിമ വർത്താണ്. പിന്നെ ഒരു ചെറിയതെന്ന് വെച്ചാൽ സിനിമ തീർത്തിട്ടില്ല, സിനിമ പാതിയിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഈ ആട് 3യുടെ 2ാം ഭാഗം കൂടെ വന്നാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ടൈം ലൈനെ കാണിച്ച് ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് പോലെ ഉണ്ട്. പിന്നെ നമ്മളെ ബ്ലഡി ഗ്രാമവാസീസിന്റെ ഒരു ഇന്റർനാഷണൽ സ്റ്റഫ്. പക്ഷെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അതിലിനി പഴയ കാലം ആയിക്കോട്ടെ പുതിയ കാലം ആയിക്കോട്ടെ അടിപൊളി. ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ആടിന്റെ ഒരു യഥാർത്ഥ ഒരു സ്റ്റഫ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കണ്ണും പൊട്ടി ടിക്കറ്റ് എടുത്ത് കണ്ടോ. പിന്നെ ഈ ടൈം ലൈനെ കുറിച്ചൊക്കെ ശ്രദ്ധിച്ചിരുന്നില്ലേ മനസ്സിലാവില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ മതി. കോമഡിയൊക്കെ പഴയ രീതിക്ക് കാലം മാറി, എന്നാലും കുഴപ്പമില്ല, വർക്കൗട്ട് ആവുന്നുണ്ട് പല കോമഡി.